ഒരു നടി കൊടുത്ത രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പരാതി അത് അതേപടി ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോർത്തി കൊടുക്കുക, ആ നടന്റെ പേരടക്കം വെളിപ്പെടുത്തുന്ന സമയത്ത് ആ നടിക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ അറ്റ്ലീസ്റ്റ് അവരുടെ കൺസെന്റോട് കൂടിയെങ്കിലും ആണിത് പുറത്തു വിട്ടെങ്കിൽ ആ മര്യാദ പാലിച്ചു എന്ന് പറയാൻ പറ്റും. അതുപോലും ചെയ്യാതെ ചെയ്ത ഈ ഒരു ഫിലിം ചേംബറിന്റെ നടപടി, അതിൽ ചിലപ്പോൾ ഉൾപ്പെട്ട ചില ആൾക്കാരായിരിക്കാം, പക്ഷെ ഈ ഒരു നടന് ഒളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിലപ്പുറത്തേക്ക് ഇവർ ഇത് രഹസ്യ സ്വഭാവത്തോട് വെച്ചിരുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഫിലിം നടക്കുന്ന സമയത്ത് ഇയാൾ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് തെളിവുകളോട് കൂടി തന്നെ പോലീസിൽ അറിയിക്കുകയും അങ്ങനെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട ഒരാളെ പിടിക്കാൻ പറ്റുമായിരുന്നു. അതിലപ്പുറത്തേക്ക് ഇവർ ചെയ്തു വെച്ച എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ കലാകാരന്മാർക്ക് നമ്മുടെ സമൂഹത്തിനോടുള്ളതെന്നാണ്. ഇത്രയും വർഷമായിട്ട് ഇയാൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഈ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ ഇവരോടൊപ്പം ഒക്കെ ഈ പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാരോടൊപ്പം അതേ ലെവലിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ നടൻ എന്ന് പറയുന്നത്. ഇയാൾ ഇതെല്ലാം പരസ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവരൊക്കെ കൃത്യമായിട്ട് കണ്ണടച്ച് കൂടെ പിടിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കി, ഇത് ഇവർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും വലിയ തൊല്ലാപ്പായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഡ്രഗ്സ്. കുഞ്ഞു കുട്ടികളിലേക്ക് ഇവരാകുന്നു. അപ്പം ഈ നടന്മാർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ഈ നാട്ടിൽ പരക്കാൻ കാരണമാവുകയാണ്. അപ്പം ഇതുപോലുള്ള ഈ സിനിമാ മേഖലയിൽപ്പെട്ട ആൾക്കാരെല്ലാം ചേർന്ന് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പ്രവർത്തിക്കെതിരെ ശക്തമായിട്ട് എല്ലാ ആൾക്കാരും പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുപോലുള്ള നടന്മാരെയും ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയും ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ഈ പറയുന്ന തെറ്റുണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഡ്രഗ്സ് മാഫിയ വളർത്തുന്ന ഈ ഒരു ഫീൽഡ് സത്യത്തിൽ നമ്മൾ ബഹിഷ്കരിച്ചാൽ അവിടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് മുന്നോട്ട് വന്ന വിൻസി അലോഷ്യസിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കേണ്ട അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്.